നമ്മുടെ വീട് ചെറുതോ വലുതോ എന്നുള്ളതല്ല. നമ്മൾ ജീവിക്കുന്നിടത്ത് ഉള്ള മനുഷ്യർ, നമ്മുടെ വീട്ടിലുള്ള ഓരോ അംഗങ്ങൾക്കും ഉണ്ടാകുന്ന പരസ്പര സ്നേഹം, ബഹുമാനം, ഐക്യം, ഇതൊക്കെയാണ് ഓരോ വീടിനും ശാന്തിയും സമാധാനവും സന്തോഷവും ഐശ്വര്യമൊക്കെ തരുന്നത്. പിന്നെ നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, നമ്മുടെ ശരികൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് അംഗീകരിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അവിടെ വിമർശിക്കരുത്. അപ്പം അംഗീകാരം അത് നമ്മൾ ആരോട് കാണിക്കുന്നു അവിടെ സ്നേഹമുണ്ടാവും, അവിടെ ബഹുമാനം ഉണ്ടാവും, അവിടെ സന്തോഷം ഉണ്ടാവും. ഇതിപ്പോൾ നമ്മുടെ ഐലന്തറമാണ് കേട്ടോ. നമ്മുടെ ഐലന്തറത്തിലുള്ള ഒരു ചേട്ടനാണ്, പേര് കൃഷ്ണനാണ്. ഇതെൻ്റെ ഐലന്തറമാണ്, അതെൻ്റെ വീടാണ്. അപ്പം ഞങ്ങളൊക്കെ ഈ ഐലന്തറത്തുകാരെന്നൊക്കെ പറയണത് ഞങ്ങൾ വളരെ സന്തോഷത്തിൽ ഐക്യത്തിൽ ഒന്നിച്ചിന്നുവരെ ഒരു വഴക്കോ പിണക്കോ ഒന്നുമില്ലാതെ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് അല്ലേ കൃഷ്ണൻ ചേട്ടാ? ഇത്രയും വർഷമായല്ലേ? ആ ഞാനൊക്കെ ചെറുതായിട്ട് ഓടെ നടക്കുമ്പോൾ ചേട്ടനുണ്ടെന്നാ പറഞ്ഞത്. 83 വയസ്സായി കേട്ടോ ചേട്ടൻ. ഓക്കെ. അപ്പൊ നമ്മള് എപ്പോഴും നമ്മൾ ജീവിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വീട് മാത്രമല്ല നമ്മുടെ ഐലന്തറവും നമ്മൾ അതുപോലെ കാത്തുകൊണ്ട് പോകണം. എന്നാലും ആ ഒരു സ്നേഹവും സന്തോഷവും ഒരു ബഹുമാനവും ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. ചേട്ടൻ കയറി വിളിക്കും ഞങ്ങളെ, ആ മോളെ എവിടെ പോണ്, എന്താണ് ചേട്ടൻ എവിടെ വെച്ച് പറഞ്ഞ് ഞങ്ങളൊക്കെ തിരിച്ചറിയാം. ഓക്കെ ചേട്ടാ.